ലൈറ്റ് ഹൗസിനടുത്തുള്ള വയലിൽ വെച്ച് കുറച്ച് പശുക്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ലൂസിക്ക് വല്ലാത്ത പേടിയും ഒപ്പം ആവേശവുമായി. ആ പേടിയിൽ മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറന്നുപോയി. റോബിൻഹുഡ്സ് ബേയിലെ പഴയൊരു സത്രത്തിൽ വെച്ച് ഞങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ ഈ തീറ്റ കണ്ട് നവീന ചിന്താഗതിക്കാരായ സ്ത്രീകൾ ചിലപ്പോൾ ഞെട്ടിയേക്കാം. പുരുഷന്മാർ കുറച്ചുകൂടി ഉദാരമനസ്കരാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. കാട്ടുപോത്തുകളെ പേടിച്ച് പലയിടത്തും വിശ്രമിച്ചായിരുന്നു യാത്ര. ലൂസി ശരിക്കും ക്ഷീണിച്ചിരുന്നു. പെട്ടെന്ന് കിടന്നുറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ അപ്പോഴാണ് യുവപുരോഹിതൻ അങ്ങോട്ട് വന്നത്. മിസ്സിസ് വെസ്റ്റൻഡ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ക്ഷീണം കാരണം എനിക്കും ലൂസിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് എപ്പോഴാണ് ക്ഷീണം വരുന്നതെന്ന് മനസ്സിലാക്കുന്ന, നിർബന്ധിച്ചാലും രാത്രി ഭക്ഷണം കഴിക്കാത്ത പുതിയ തരം പുരോഹിതന്മാരെ വാർത്തെടുക്കാൻ ബിഷപ്പുമാർ ശ്രദ്ധിക്കണം. ലൂസി ഇപ്പോൾ ശാന്തമായി ഉറങ്ങുകയാണ്. അവളുടെ കവിളുകളിൽ നിറം വെച്ചിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാണ്. ആർതർ അവളെ ഇപ്പോൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? പുതിയ എഴുത്തുകാരികൾ ചിലപ്പോൾ ഒരു ആശയം കൊണ്ടുവന്നേക്കാം. വിവാഹം ആലോചിക്കുന്നതിന് മുൻപ് പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ഉറങ്ങുന്നത് കാണാൻ അനുവദിക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ പുതിയ സ്ത്രീ വിവാഹാലോചന സ്വീകരിക്കാൻ കാത്തു നിൽക്കില്ല. അവൾ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യും. ലൂസിക്ക് ഇപ്പോൾ ഭേദമുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൾ ആ പേടി സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോനാഥന്റെ കാര്യം കൂടി അറിഞ്ഞാൽ എനിക്ക് പൂർണ്ണ സന്തോഷമായേനെ. ദൈവം അവനെ കാത്തുരക്ഷിക്കട്ടെ. ഓഗസ്റ്റ് 11. വീണ്ടും ഡയറി. ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് എഴുതാം. എനിക്ക് വല്ലാത്ത പരവേശമാണ്. ഞങ്ങൾ ഭയാനകമായ ഒരു അനുഭവം നേരിട്ടു. ഡയറി അടച്ച ഉടനെ ഞാൻ ഉറങ്ങിയിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായൊരു പേടിയോടെ ഞാൻ ഞെട്ടിയുണർന്നു. മുറിയിൽ ആകെ ഇരുട്ട്. ലൂസിയുടെ കിടക്കയിൽ തപ്പിനോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ തീപ്പെട്ടി ഉരച്ചു നോക്കി. ലൂസി മുറിയിലില്ല. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. ലൂസിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അവരെ വിളിച്ചുണർത്താൻ എനിക്ക് ഭയമായിരുന്നു. ദൈവമേ, അവൾ അധികം ദൂരെ പോയിട്ടുണ്ടാകില്ല, ഞാൻ സ്വയം പറഞ്ഞു. ഞാൻ താഴേക്ക് ഓടി. ഹാൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പൂട്ടിന്റെ കൊളുത്ത് വീണിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു വലിയ ഷാളെടുത്ത് പുറത്തേക്ക് ഓടി. ക്ലോക്കിൽ സമയം 1 മണി അടിച്ചു. നോർത്ത് ടെറസിൽ ആരെയും കണ്ടില്ല. വെസ്റ്റ് ക്ലിഫിന്റെ അറ്റത്ത് നിന്ന് ഞാൻ ഈസ്റ്റ് ക്ലിഫിലെ ഞങ്ങളുടെ സ്ഥിരം ഇരിപ്പിടത്തിലേക്ക് നോക്കി. പൂർണ്ണചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിലും കാർമേഘങ്ങൾ ഇടയ്ക്കിടെ നിലാവെളിച്ചം മറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മേഘങ്ങൾ നീങ്ങിയപ്പോൾ പള്ളിക്ക് സമീപം ഞങ്ങളുടെ ഇരിപ്പിടത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ചാരിയിരിക്കുന്നത് ഞാൻ കണ്ടു. ആ വെളുത്ത രൂപത്തിന് പിന്നിലായി കറുത്ത എന്തോ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് വ്യക്തമായില്ല. ഞാൻ വേഗത്തിൽ അങ്ങോട്ട് ഓടി. പടവുകൾ കയറുമ്പോൾ എന്റെ കാലുകൾക്ക് ഭാരം കൂടിയതുപോലെ തോന്നി. അടുത്തെത്തിയപ്പോൾ ഞാൻ വ്യക്തമായി കണ്ടു. പാതി മയങ്ങിക്കിടക്കുന്ന ആ വെളുത്ത രൂപത്തിന് മുകളിലായി നീളമുള്ള കറുത്ത എന്തോ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നു. ഞാൻ ലൂസി, ലൂസി എന്ന് വിളിച്ചു. ആ കറുത്ത രൂപം തല ഉയർത്തി നോക്കി. വിളറിയ മുഖവും തിളങ്ങുന്ന ചുവന്ന കണ്ണുകളും ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ലൂസി അവിടെ തനിച്ചായിരുന്നു. അവൾ ശ്വാസം കിട്ടാൻ പാടുപെടുന്നുണ്ടായിരുന്നു. തണുപ്പ് കാരണം അവൾ അറിയാതെ കഴുത്തിലെ വസ്ത്രം വലിച്ചടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ഷാൾ അവളെ പുതപ്പിച്ചു. ഷാൾ ഉറപ്പിക്കാനായി ഒരു സേഫ്റ്റി പിൻ കുത്തിയപ്പോൾ അറിയാതെ അവളുടെ കഴുത്തിൽ ചെറിയൊരു മുറിവുണ്ടായി എന്നെനിക്ക് തോന്നി. അവൾ വേദന കൊണ്ട് ഞരങ്ങി. ഞാൻ അവളെ കുലുക്കി വിളിച്ചുണർത്തി. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നത് ആരും അറിയരുതെന്ന് അവൾ എന്നോട് അപേക്ഷിച്ചു. ഞങ്ങൾ ആരും കാണാതെ വീട്ടിലെത്തി. എന്റെ കാലിലെ ചെളി കഴുകിക്കളഞ്ഞ് ഞാൻ അവളെ കട്ടിലിൽ കിടത്തി. അതേ ദിവസം ഉച്ചയ്ക്ക് എല്ലാം ശാന്തമാണ്. രാത്രി നടന്നതൊന്നും ലൂസിയെ ബാധിച്ചിട്ടില്ല. അവൾക്കിപ്പോൾ ഉന്മേഷം തോന്നുന്നുണ്ട്. സേഫ്റ്റി പിൻ കൊണ്ട് അവളുടെ കഴുത്തിൽ ചെറിയ മുറിവുണ്ടായതിൽ എനിക്ക് വിഷമമുണ്ട്. 2 ചെറിയ ചുവന്ന പാടുകൾ അവിടെയുണ്ട്. ഓഗസ്റ്റ് 12. എന്റെ പ്രതീക്ഷകൾ തെറ്റായിരുന്നു. രാത്രി 2 തവണ ലൂസി എഴുന്നേറ്റ് പുറത്തു പോകാൻ ശ്രമിച്ചു. വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ഓഗസ്റ്റ് 13. ഇന്നും രാത്രി ലൂസി എഴുന്നേറ്റ് ജനലിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ നോക്കിയപ്പോൾ പുറത്ത് നിലാവെളിച്ചത്തിൽ വലിയൊരു വവ്വാൽ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. എന്നെ കണ്ടതും അത് പേടിച്ച് പറന്നുപോയി. ഓഗസ്റ്റ് 14. ഇന്ന് വൈകുന്നേരം സൂര്യാസ്തമയം കാണുമ്പോൾ ലൂസി പെട്ടെന്ന് പറഞ്ഞു. അവന്റെ ആ ചുവന്ന കണ്ണുകൾ വീണ്ടും. അത് കേട്ട് ഞാൻ ഞെട്ടി. അവൾ ഞങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് നോക്കുകയായിരുന്നു. അവിടെ കറുത്തൊരു രൂപം ഇരിക്കുന്നതായും അതിന് തീ പോലെ തിളങ്ങുന്ന കണ്ണുകൾ ഉള്ളതായും എനിക്കും തോന്നി.
പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെറും തോന്നലാണെന്ന് മനസ്സിലായി. അന്ന് രാത്രി ഞാൻ പുറത്തുപോയി തിരികെ വരുമ്പോൾ ലൂസി ജനലിനരികിൽ ഉറങ്ങുന്നതും അവളുടെ അടുത്ത ജനൽപ്പടിയിൽ വലിയൊരു പക്ഷി ഇരിക്കുന്നതും കണ്ടു. മുകളിലെത്തിയപ്പോൾ അവൾ കട്ടിലിലേക്ക് മാറിയിരുന്നു. അവൾ കഴുത്തിൽ കൈവച്ച് വേദനയോടെ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15. ലൂസി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ആർത്തറിന്റെ അച്ഛന് അസുഖം ഭേദമായി. വിവാഹം ഉടനെ നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ലൂസിയുടെ അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്ന് ഡോക്ടർ എന്നോട് രഹസ്യമായി പറഞ്ഞു. ഓഗസ്റ്റ് 17. കഴിഞ്ഞ 2 ദിവസമായി ഡയറി എഴുതാൻ കഴിഞ്ഞില്ല. ജോനാഥനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ലൂസി അനുദിനം ക്ഷീണിച്ചു വരുന്നു. അവൾക്ക് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നു. രാത്രി അവൾ ജനലിനരികിൽ പോയിരിക്കുകയാണ്. അവളുടെ കഴുത്തിലെ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അത് വലുതായിട്ടുണ്ട്. നടുവിൽ ചുവന്നതും ചുറ്റും വെളുത്തതുമായ പാടുകൾ കാണാം. ഇതേ സമയം സാമുവൽ എഫ്. ബില്ലിംഗ്ടൺ ആൻഡ് സൺസ് എന്ന അഭിഭാഷക സ്ഥാപനത്തിൽ നിന്ന് 50 പെട്ടികൾ കാർഫാക്സിലെ പഴയ ചാപ്പലിലേക്ക് എത്തിക്കാനുള്ള കത്ത് വരുന്നു. ഓഗസ്റ്റ് 18. ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. ലൂസിക്ക് നല്ല ആശ്വാസമുണ്ട്. അവൾ പഴയതുപോലെ ഉന്മേഷവതിയായി. ആ രാത്രി പള്ളിപ്പറമ്പിൽ നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തെടുത്തു. ഞാൻ സ്വപ്നം കാണുകയായിരുന്നില്ല. എല്ലാം സത്യമാണെന്ന് തോന്നി. കറുത്ത നിഴൽ പോലെയുള്ള എന്തോ ഒന്ന് ചുവന്ന കണ്ണുകൾ, പിന്നെ ആഴമുള്ള പച്ചവെള്ളത്തിലേക്ക് താഴുന്നതുപോലെ തോന്നി. ചെവിയിൽ മൂളക്കം കേട്ടു. അവൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയം തോന്നി. ഓഗസ്റ്റ് 19. സന്തോഷം. ജോനാഥനെ കുറിച്ച് വിവരം ലഭിച്ചു. അവൻ അസുഖമായിരുന്നു. അതാണ് കത്ത് വൈകിയത്. ബുഡാപെസ്റ്റിലെ ആശുപത്രിയിൽ നിന്ന് സിസ്റ്റർ അഗതയുടെ കത്ത് ലഭിച്ചു. അവന് ബ്രെയിൻ ഫീവർ, മസ്തിഷ്ക ജ്വരമായിരുന്നു. അസുഖം മാറിയെങ്കിലും അവൻ വല്ലാതെ ക്ഷീണിതനാണ്. പിച്ചും പേയുമായി അവൻ ചെന്നായ്ക്കളെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും പിശാചുക്കളെക്കുറിച്ചും പുലമ്പാറുണ്ടായിരുന്നു എന്ന് സിസ്റ്റർ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉടനെ അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ വെച്ച് വിവാഹിതരായേക്കാം. ഡോക്ടർ സ്യൂവാർഡിന്റെ ഡയറി. ഓഗസ്റ്റ് 19. ഭ്രാന്താശുപത്രിയിലെ രോഗിയായ റൺഫീൽഡിൽ പെട്ടെന്നൊരു മാറ്റം. രാത്രി 8 മണിയോടെ അവൻ അസ്വസ്ഥനായി ഒരു പട്ടിയെപ്പോലെ മണം പിടിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട, എന്റെ യജമാനൻ അടുത്തുണ്ടേന്ന് അവൻ വാർഡനോട് പറഞ്ഞു. മതപരമായ എന്തോ ഭ്രാന്താണ് അവനെന്ന് തോന്നുന്നു. പിന്നീട് അവൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടു. ഞാൻ അവനെ പിന്തുടർന്നു. അവൻ തൊട്ടടുത്തുള്ള കാർഫാക്സ് എന്ന് ഉപേക്ഷിക്കപ്പെട്ട വീടിന്റെ മതിലിനപ്പുറത്തേക്ക് കടന്നു. അവിടെയുള്ള പഴയ ചാപ്പലിന്റെ വാതിലിനോട് ചേർന്ന് നിന്ന് അവൻ ആരോടൊന്നില്ലാതെ സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെയുണ്ട് യജമാനനെ. ഞാൻ അങ്ങയുടെ അടിമയാണ്. അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഞങ്ങൾ അവനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവനൊരു കാട്ടുമൃഗത്തെ പോലെ അക്രമാസക്തനായി. അവനെ തിരികെ കൊണ്ടുവന്ന് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ശാന്തനായി പറയുന്നു, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും യജമാനനെ. അദ്ദേഹം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഈ ഡയറി എഴുതിയപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസമുണ്ട്. മിന ഹാർക്കർ ലൂസി വെസ്റ്റന്റയ്ക്ക് എഴുതിയ കത്ത്. എന്റെ പ്രിയപ്പെട്ട ലൂസി, വിറ്റ്ബി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ പിരിഞ്ഞതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാൻ നിനക്ക് ആകാംക്ഷയുണ്ടാകുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവളെ, ഞാൻ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഹള്ളിലെത്തി. അവിടെ നിന്ന് ഹാംബർഗിലേക്കുള്ള ബോട്ടിലും തുടർന്ന് ട്രെയിനിലും കയറി. യാത്രയെക്കുറിച്ച് കാര്യമായി ഒന്നും എനിക്ക് ഓർമ്മയില്ല. ജോനാഥന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നതെന്നും അവനെ ശുശ്രൂഷിക്കേണ്ടി വരുമെന്നതിനാൽ കഴിയുന്നത്ര ഉറങ്ങണമെന്നും മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ കണ്ടെത്തി. അയ്യോ, അവൻ തീരെ മെലിഞ്ഞ് വിളറി ക്ഷീണിതനായിരുന്നു. അവന്റെ കണ്ണുകളിലുണ്ടായിരുന്ന ആ പഴയ നിശ്ചയദാർഢ്യമൊക്കെ പോയിരിക്കുന്നു. അവന്റെ മുഖത്തുണ്ടായിരുന്ന ശാന്തമായ ഗാംഭീര്യവും അപ്രത്യക്ഷമായി. അവൻ ആകെ തകർന്നിരിക്കുന്നു. കഴിഞ്ഞു പോയതൊന്നും അവൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചോദിക്കുകയുമില്ല. അവന് ഭയാനകമായ എന്തോ ആഘാതം ഏറ്റിട്ടുണ്ട്. അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് അവന്റെ പാവം തലച്ചോറിനെ വീണ്ടും തളർത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സിസ്റ്റർ അഗത വളരെ നല്ലൊരു സ്ത്രീയാണ്. അവരോട് ജോനാഥൻ എന്തോ പറയാൻ ശ്രമിച്ചിരുന്നുവത്രേ. പക്ഷേ അതെന്താണെന്ന് എന്നോട് പറയാൻ അവർ കൂട്ടാക്കിയില്ല. രോഗികളുടെ ജൽപ്പനങ്ങൾ ദൈവത്തിന്റെ രഹസ്യങ്ങളാണെന്നും ഒരു നഴ്സ് അത് കേട്ടാൽ പോലും അത് രഹസ്യമായി സൂക്ഷിക്കണമെന്നുമാണ് അവർ പറഞ്ഞത്. എന്റെ വിഷമം കണ്ടപ്പോൾ ആ നല്ല ആത്മാവ് ഇത്രയും മാത്രം പറഞ്ഞു, മോശമായ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല അവൻ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഭാവി വധു എന്ന നിലയിൽ നീ വിഷമിക്കേണ്ടതില്ല. അവൻ നിന്നെ മറന്നിട്ടില്ല. ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്തത്ര ഭയാനകമായ ഏതോ കാര്യത്തെക്കുറിച്ചായിരുന്നു അവന്റെ പേടി.
മറ്റേതെങ്കിലും പെൺകുട്ടിയുടെ കാര്യത്തിലാണോ എന്റെ വിഷമം എന്ന് അവർ തെറ്റിദ്ധരിച്ചുവെന്ന് തോന്നുന്നു. ജോനാഥിനെക്കുറിച്ച് എനിക്ക് അസൂയ തോന്നുകയോ? എങ്കിലും മറ്റൊരു സ്ത്രീയല്ല അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നറിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. ഇപ്പോൾ ഞാൻ അവന്റെ കിടക്കക്കരികിൽ ഇരിക്കുകയാണ്. അവൻ ഉറങ്ങുമ്പോഴും എനിക്ക് ആ മുഖം കാണാം. ഇതാ അവൻ ഉണരുന്നു. ഉണർന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കാനായി അവൻ കോട്ട് ചോദിച്ചു. സിസ്റ്റർ അഗത അത് എടുത്തു നൽകി. അതിൽ അവന്റെ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അവന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ ബുക്ക് ഒന്ന് നോക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ ആഗ്രഹം കണ്ണുകളിൽ കണ്ടതുകൊണ്ടാവണം. ഒരു നിമിഷം ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞ് അവൻ എന്നെ ജനലരികിലേക്ക് മാറ്റി നിർത്തി. പിന്നീട് അവൻ എന്നെ വിളിച്ചു. വളരെ ഗൗരവത്തോടെ അവൻ പറഞ്ഞു, വിൽഹെൽമിന. എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ശേഷം ഇന്ന് വരെ അവൻ എന്നെ ആ പേര് വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വളരെ ഗൗരവത്തിലാണെന്ന്. പ്രിയേ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ. അവർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. എനിക്ക് വലിയൊരു ആഘാതം സംഭവിച്ചു. അതെന്താണെന്ന് ആലോചിക്കുമ്പോൾ എന്റെ തല കറങ്ങുന്നു. അതൊരു സത്യമായിരുന്നോ അതോ ഒരു ഭ്രാന്തന്റെ സ്വപ്നമായിരുന്നോ എന്നെനിക്കറിയില്ല. എനിക്ക് തലച്ചോറിനെ ബാധിക്കുന്ന പനി ഉണ്ടായിരുന്നുവെന്നും അത് ഭ്രാന്തിന്റെ ലക്ഷണമാണെന്നും നിനക്കറിയാമല്ലോ. ആ രഹസ്യം ഇതിലുണ്ട്. എനിക്കിനി അതറിയേണ്ട. നമ്മുടെ വിവാഹത്തോടെ ഇവിടെ പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഔദ്യോഗിക നടപടികൾ പൂർത്തിയായാൽ ഉടൻ വിവാഹം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അവൻ തുടർന്നു. എന്റെ ഈ അജ്ഞത പങ്കുവെക്കാൻ നിനക്ക് സമ്മതമാണോ വിൽഹെൽമിന? ഇതാ ആ ബുക്ക്. നീ ഇത് സൂക്ഷിച്ചു വെക്കുക. വേണമെങ്കിൽ നിനക്കിത് വായിക്കാം. പക്ഷേ അതിലെഴുതിയിരിക്കുന്നത് ഉറക്കത്തിലോ ഉണർവിലോ സമനിലയിലോ ഭ്രാന്തിലോ ആവട്ടെ, എന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നിർബന്ധിതമാകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാത്തിടത്തോളം ഇതിലെ കാര്യങ്ങൾ എന്നെ അറിയിക്കരുത്. അവൻ തളർന്നു വീണു. ഞാൻ ആ ബുക്ക് തലയിണക്കടിയിൽ വെച്ച് അവനെ ഉമ്മ വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താൻ അനുവാദം ചോദിക്കാൻ ഞാൻ സിസ്റ്റർ അഗതയോട് പറഞ്ഞിട്ടുണ്ട്. അവർ തിരികെ വന്ന് ഇംഗ്ലീഷ് പള്ളിയിലെ പുരോഹിതനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജോനാഥൻ ഉണർന്നാൽ ഉടൻ വിവാഹം നടക്കും. ലൂസി ആ സമയം വന്നെത്തി കടന്നുപോയി. എനിക്ക് വല്ലാത്ത ഗൗരവം തോന്നുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ അതീവ സന്തുഷ്ടയാണ്. ജോനാഥൻ എഴുന്നേറ്റിരുന്നു. അവൻ ഐ വിൽ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് എന്റെ തൊണ്ടയിടറി. ആ സിസ്റ്റർമാർ എത്ര നല്ലവരായിരുന്നു. ദൈവമേ, ഞാനവരെ ഒരിക്കലും മറക്കില്ല. പുരോഹിതനും സിസ്റ്റർമാരും പോയ ശേഷം എന്റെ ഭർത്താവിനൊപ്പം ഹേയ് ലൂസി, ആദ്യമായാണ് ഞാൻ എന്റെ ഭർത്താവ് എന്നെഴുതുന്നത്. ഞാൻ തനിച്ചായി. ഞാൻ തലയിണയ്ക്കടിയിൽ നിന്ന് ആ ബുക്കെടുത്ത് വെളുത്ത കടലാസിൽ പൊതിഞ്ഞു. എന്റെ കഴുത്തിലുണ്ടായിരുന്ന നീല റിബൺ കൊണ്ട് കെട്ടി വിവാഹമോതിരം കൊണ്ട് സീൽ ചെയ്തു. ഞാനത് ഭർത്താവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പരസ്പര വിശ്വാസത്തിന്റെ അടയാളമായി ഞാനിത് സൂക്ഷിക്കുമെന്ന്. വലിയൊരു ആവശ്യം വന്നാലല്ലാതെ ഞാനത് തുറക്കില്ലെന്നും പറഞ്ഞു. അപ്പോൾ അവൻ എന്റെ കൈ പിടിച്ചു. ആദ്യമായി അവൻ തന്റെ ഭാര്യയുടെ കൈ പിടിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഇതാണെന്നും ഇത് നേടാൻ വേണ്ടി പഴയതെല്ലാം വീണ്ടും അനുഭവിക്കാൻ താൻ തയ്യാറാണെന്നും. പ്രിയപ്പെട്ട ലൂസി, ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് അവന് നൽകാൻ ഞാനും എന്റെ ജീവിതവും എന്റെ വിശ്വാസവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ ചുംബിച്ചപ്പോൾ അതൊരു ഉടമ്പടി പോലെ തോന്നി. ലൂസി, ഞാനിതെല്ലാം നിന്നെ അറിയിക്കുന്നത് നിന്നെ എനിക്ക് അത്രയേറെ ഇഷ്ടമായതുകൊണ്ടാണ്. നീ സ്കൂൾ വിട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ നിനക്ക് വഴികാട്ടിയാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ കടമകൾ എന്നെ എവിടെ എത്തിച്ചു എന്ന് നീ കാണണം. നിന്റെ വിവാഹ ജീവിതവും ഇതുപോലെ സന്തോഷകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു. ജോനാഥൻ ഉണരുന്നു. എനിക്ക് എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കണം എന്ന് നിന്നെ സ്നേഹിക്കുന്ന മിന ഹാർക്കർ. ലൂസി വെസ്റ്റന്റെ മിന ഹാർക്കർക്ക് എഴുതിയ കത്ത്. വിത്ത് ബി, ഓഗസ്റ്റ് 30. എന്റെ പ്രിയപ്പെട്ട മിന, 1000 സ്നേഹവും ഉമ്മകളും. നീ നിന്റെ സ്വന്തം വീട്ടിൽ ഭർത്താവിനൊപ്പം വേഗം എത്തിച്ചേരട്ടെ. നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ കാറ്റ് ജോനാഥന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുമായിരുന്നു. അത് എന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചു. എനിക്കിപ്പോൾ രാക്ഷസീയമായ വിശപ്പാണ്. നല്ല ഉറക്കവും കിട്ടുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ നടക്കുന്നത് പൂർണ്ണമായും നിർത്തിയെന്നറിയുമ്പോൾ നിനക്ക് സന്തോഷമാകും. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ആർത്തർ പറയുന്നത് ഞാൻ തടിക്കുന്നുണ്ടെന്നാണ്. ആർത്തർ ഇവിടെയുണ്ടെന്ന് പറയാൻ ഞാൻ മറന്നു. ഞങ്ങൾ ഒരുമിച്ച് നടക്കാനും ഡ്രൈവിങ്ങിനും ബോട്ടിങ്ങിനും ടെന്നീസിനും മീൻ പിടിക്കാനും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് അവനോട് മുൻപത്തേക്കാൾ പ്രണയം തോന്നുന്നു. അവനും അങ്ങനെയാണെന്ന് പറയുന്നു. അതാ അവൻ എന്നെ വിളിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. സ്നേഹത്തോടെ, ലൂസി. ഡോക്ടർ.
സ്യൂവാർഡിന്റെ ഡയറി. ഓഗസ്റ്റ് 20. റെൻഫീൽഡിന്റെ കേസ് കൂടുതൽ രസകരമായി മാറുന്നു. അവൻ ഇപ്പോൾ ശാന്തനായിരിക്കുന്നു. ഇടയ്ക്കിടെയുള്ള അക്രമാസക്തമായ പെരുമാറ്റം കുറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച അവൻ വല്ലാത്ത അക്രമം കാണിച്ചിരുന്നു. പിന്നെ ഒരു രാത്രി ചന്ദ്രൻ ഉദിച്ചപ്പോൾ അവൻ ശാന്തനായി. ഇനി എനിക്ക് കാത്തിരിക്കാം എന്ന് പിറുപിറുക്കാൻ തുടങ്ങി. അറ്റൻഡർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കാണാൻ പോയി. അവനെ സ്ട്രെയിറ്റ് ജാക്കറ്റ് ഉപയോഗിച്ച് പാഡഡ് റൂമിൽ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന്റെ മുഖത്തെ ആ വന്യത മാറിയിരുന്നു. കണ്ണുകളിൽ പഴയതുപോലെ ഒരു അപേക്ഷാഭാവം കണ്ടു. ഞാൻ അവനെ സ്വതന്ത്രനാക്കാൻ നിർദ്ദേശിച്ചു. അവൻ എന്റെ അടുത്ത് വന്ന് രഹസ്യമായി പറഞ്ഞു, ഞാൻ താങ്കളെ ഉപദ്രവിക്കുമെന്ന് അവർ കരുതുന്നു. ഞാൻ താങ്കളെ ഉപദ്രവിക്കുകയോ? വിഡ്ഢികൾ! ഒരു ഭ്രാന്തന്റെ മനസ്സിലെങ്കിലും എന്നെ ഉപദ്രവകാരിയല്ല എന്ന് കരുതിയതിൽ ആശ്വാസം തോന്നി. ഇന്ന് രാത്രി അവൻ സംസാരിക്കുന്നില്ല. പൂച്ചക്കുട്ടിയെ നൽകാമെന്ന് പറഞ്ഞിട്ടും അവൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പൂച്ചകളെയൊന്നും വേണ്ട. എനിക്ക് ചിന്തിക്കാൻ വേറെ കാര്യങ്ങളുണ്ട്. എനിക്കിനി കാത്തിരിക്കാം എന്ന് മാത്രം അവൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോന്നു. പ്രഭാതത്തിന് തൊട്ടു മുമ്പ് അവൻ അസ്വസ്ഥനാവുകയും വീണ്ടും അക്രമാസക്തനാവുകയും ചെയ്തുവെന്ന് അറ്റൻഡർ പറഞ്ഞു. ഒടുവിൽ തളർന്ന് അവൻ കോമയിലായതുപോലെ വീണു. തുടർച്ചയായി 3 രാത്രികളിൽ ഇതുതന്നെ സംഭവിച്ചു. പകൽ മുഴുവൻ അക്രമം, ചന്ദ്രനുദിക്കുമ്പോൾ മുതൽ സൂര്യനുദിക്കുന്നതുവരെ ശാന്തത. ഇതിനൊരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന് രാത്രി നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 23. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. കൂട് തുറന്നപ്പോൾ പക്ഷി പറന്നില്ല. നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം വെറുതെയായി. എങ്കിലും അവൻ ശാന്തനാകുമ്പോൾ കെട്ടഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ അവനെ വെറുതെ മുറിയിൽ അടച്ചിട്ടാൽ മതിയെന്ന് ഞാൻ നിർദ്ദേശിച്ചു. പക്ഷേ വീണ്ടും അപ്രതീക്ഷിതമായത് സംഭവിച്ചു. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. പിന്നീട് എഴുതിയത് മറ്റൊരു രാത്രിയിലെ സാഹസികത. അറ്റൻഡർ പരിശോധിക്കാൻ വന്ന തക്കം നോക്കി റെൻഫീൽഡ് പുറത്തേക്ക് ഓടി. ഞങ്ങൾ പഴയ ചാപ്പലിന്റെ വാതിലിനടുത്ത് വെച്ച് അവനെ കണ്ടെത്തി. എന്നെ കണ്ടപ്പോൾ അവൻ അക്രമാസക്തനായി. കൂടെയുള്ളവർ പിടിച്ചുമാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു. അവനെ പിടിച്ചുവച്ചിരുന്നപ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് അവൻ ശാന്തനായി. ഞാൻ ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. പക്ഷേ അവന്റെ നോട്ടം ആകാശത്തേക്ക് പോകുന്നത് കണ്ടു. അവിടെ ഒരു വലിയ വവ്വാൽ പടിഞ്ഞാറ് ദിശയിലേക്ക് നിശബ്ദമായി പറന്നു പോകുന്നുണ്ടായിരുന്നു. സാധാരണ വവ്വാലുകൾ വട്ടം ചുറ്റാറാണ് പതിവ്. പക്ഷേ ഇതൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് പോലെ നേരെ പറക്കുകയായിരുന്നു. റെൻഫീൽഡ് പറഞ്ഞു, നിങ്ങൾ എന്നെ കെട്ടേണ്ട കാര്യമില്ല. ഞാൻ അടങ്ങിയിരുന്നോളാം. ഞങ്ങൾ തിരികെ വന്നു. ലൂസി വെസ്റ്റൻഡയുടെ ഡയറി. ഹില്ലിംഗ്ഹാം, ഓഗസ്റ്റ് 24. മിനയെ പോലെ ഞാനും കാര്യങ്ങൾ എഴുതിവെക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുക? അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇന്നലെ രാത്രി വിറ്റ്ബിയിൽ വെച്ച് കണ്ടതുപോലെയുള്ള സ്വപ്നങ്ങൾ ഞാൻ വീണ്ടും കണ്ടു. ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇരുട്ടും ഭയവും എന്നെ വേട്ടയാടുന്നു. എനിക്ക് വല്ലാത്ത ക്ഷീണം. ആർത്തർ ഉച്ചഭക്ഷണത്തിന് വന്നപ്പോൾ എന്റെ കോലം കണ്ട് അവന് വിഷമമായി. ഇന്ന് രാത്രി അമ്മയുടെ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം. ഓഗസ്റ്റ് 25. വീണ്ടും ഒരു മോശം രാത്രി. എന്റെ കൂടെ കിടക്കുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്ന് തോന്നി. അമ്മയ്ക്കും സുഖമില്ല. എന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാകും. ഞാൻ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ 12 മണിയായപ്പോൾ ഞാൻ മയങ്ങിപ്പോയി. ജനലിൽ എന്തോ മാന്തിപ്പൊളിക്കുന്നതോ ചിറകടിച്ചതോ പോലെയുള്ള ശബ്ദം കേട്ടു. പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല. വീണ്ടും ചീത്ത സ്വപ്നങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. മുഖം വിളറി വെളുത്തിരിക്കുന്നു. തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്. ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നു. ശ്വാസകോശത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ആർത്തർ വരുമ്പോൾ സന്തോഷമായിരിക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവന് വിഷമമാകും. ആർത്തർ ഡോക്ടർ സ്യൂവാർഡിന് എഴുതിയ കത്ത്. ഓഗസ്റ്റ് 31. പ്രിയപ്പെട്ട ജാക്ക്, എനിക്കൊരു സഹായം വേണം. ലൂസിക്ക് അസുഖമാണ്. പ്രത്യേകിച്ചൊരു രോഗമൊന്നും കാണാനില്ലെങ്കിലും അവൾ ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ദിവസവും അത് കൂടിക്കൂടി വരുന്നു. അമ്മയോട് ചോദിക്കാൻ എനിക്ക് ഭയമാണ്. കാരണം അവർക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. മകളുടെ അവസ്ഥ അറിഞ്ഞാൽ അത് അവർക്ക് താങ്ങാനാവില്ല. ലൂസിയുടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. അവളെ കാണുമ്പോൾ എനിക്ക് നെഞ്ചു നീറുന്നു. അവളെ പരിശോധിക്കാൻ ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൾ എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചു. നാളെ ഉച്ചയ്ക്ക് നീ ഇവിടെ വരണം. ലൂസിയുടെ അമ്മയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഉച്ചഭക്ഷണത്തിന് വരുന്നത് പോലെ വന്നാൽ മതി. അതിനുശേഷം ലൂസിയെ തനിച്ചു കാണാം എന്ന് ആർത്തർ ഹോംവുഡിന്റെ ടെലിഗ്രാം. സെപ്റ്റംബർ 1. അച്ഛന്റെ അസുഖം കൂടി ഞാൻ അങ്ങോട്ട് പോകുന്നു. വിവരം അറിയിക്കാം. ഡോക്ടർ സ്യൂവാർഡ് ആർത്തറിന് എഴുതിയ കത്ത്. സെപ്റ്റംബർ 2. പ്രിയ സുഹൃത്തെ,
ലൂസിയെ പരിശോധിച്ചതിൽ നിന്ന് അവൾക്ക് ശാരീരികമായി വലിയ അസുഖങ്ങളൊന്നുമില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. എങ്കിലും അവളുടെ ഇപ്പോഴത്തെ രൂപത്തിൽ എനിക്ക് തൃപ്തിയില്ല. അവസാനം കണ്ടതിൽ നിന്നും അവൾ വല്ലാതെ മാറിയിരിക്കുന്നു. ലൂസിയുടെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ അവൾ അസുഖം അഭിനയിച്ച് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ ഉറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അവൾക്ക് രക്തക്കുറവുണ്ട്, പക്ഷേ വിളർച്ചയുടെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. ജനൽ തുറക്കുന്നതിനിടയിൽ അവളുടെ കൈ മുറിഞ്ഞപ്പോൾ കുറച്ച് രക്തം പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടി. രക്തം നോർമലാണ്. ശാരീരികമായി കുഴപ്പമില്ലാത്തതിനാൽ മാനസികമായ എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് എന്റെ സംശയം. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഭയാനകമായ സ്വപ്നങ്ങൾ കാണാറുണ്ടെന്നും അവൾ പറഞ്ഞു. പണ്ടുണ്ടായിരുന്ന ഉറക്കത്തിൽ നടക്കൽ വിറ്റ്ബിയിൽ വെച്ച് വീണ്ടും ഉണ്ടായെന്നും ഇപ്പോൾ ഇല്ലെന്നും അവൾ പറഞ്ഞു. എനിക്ക് സംശയമുള്ളതുകൊണ്ട് എന്റെ ഗുരുവായ ആംസ്റ്റർഡാമിലെ പ്രൊഫസർ വാൻ ഹെൽസിങ്ങിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത അസുഖങ്ങളില്ല. അദ്ദേഹം ഉടൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ലൂസിയുടെ കാര്യം അദ്ദേഹം നോക്കിക്കൊള്ളും എന്ന് സ്വന്തം ജോൺ സ്യൂവാർഡ്. വാൻ ഹെൽസിംഗ് ഡോക്ടർ സ്യൂവാർഡിന് എഴുതിയ കത്ത്. സെപ്റ്റംബർ 2. എന്റെ നല്ല സുഹൃത്തെ, നിങ്ങളുടെ കത്ത് കിട്ടി. ഞാൻ ഉടൻ വരുന്നു. എന്നെ വിശ്വസിക്കുന്നവരെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. നാളെ വൈകാതെ ആ പെൺകുട്ടിയെ കാണാൻ സൗകര്യമൊരുക്കുക. ആവശ്യമെങ്കിൽ ഞാൻ 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം എന്ന് വാൻ ഹെൽസിംഗ്. ഡോക്ടർ സ്യൂവാർഡ് ആർത്തറിന് എഴുതിയ കത്ത്. സെപ്റ്റംബർ 3. പ്രിയപ്പെട്ട ആർട്ട്, വാൻ ഹെൽസിംഗ് വന്നു ലൂസിയെ പരിശോധിച്ചു. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ്. ഇതൊരു തമാശയല്ല, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ലൂസിയുടെ അസുഖത്തെക്കുറിച്ച് കൂടുതലൊന്നും വിട്ടുപറഞ്ഞില്ല. പക്ഷെ അവളുടെ രക്തനഷ്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിനും സംശയമുണ്ട്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലൂസിയെ കണ്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നിയിരുന്നു. വാൻ ഹെൽസിംഗ് അവളെ വളരെ സ്നേഹത്തോടെയാണ് സമീപിച്ചത്. അദ്ദേഹം നാളെ റിപ്പോർട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് സ്വന്തം സ്യൂവാർഡ്. ഡോക്ടർ സ്യൂവാർഡിന്റെ ഡയറി. സെപ്റ്റംബർ 4. നമ്മുടെ രോഗി റെൻഫീൽഡ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അവൻ അക്രമാസക്തനായി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശാന്തനായി വിഷാദാവസ്ഥയിലായി. പിന്നീട് വൈകുന്നേരം 5 മണിക്ക് ഞാൻ നോക്കുമ്പോൾ അവൻ സന്തോഷവാനാണ്. ഈച്ചകളെ പിടിച്ചു തിന്നുകയായിരുന്നു. അവൻ എന്നോട് മാപ്പ് ചോദിക്കുകയും കുറച്ച് പഞ്ചസാര തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഈച്ചകൾക്ക് പഞ്ചസാര ഇഷ്ടമാണെന്നും തനിക്ക് ഈച്ചകളെ ഇഷ്ടമായതുകൊണ്ട് പഞ്ചസാര വേണമെന്നുമാണ് അവൻ പറഞ്ഞത്. ഭ്രാന്തന്മാർക്ക് യുക്തിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? അർദ്ധരാത്രി അവനിൽ വീണ്ടും മാറ്റങ്ങൾ. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അവൻ വീണ്ടും അലറി വിളിക്കാൻ തുടങ്ങി. സൂര്യൻ താഴ്ന്നപ്പോൾ അവൻ തളർന്നു വീണു. പിന്നീട് എഴുന്നേറ്റ് പഞ്ചസാരയും ഈച്ചകളെ ഇട്ടിരുന്ന പെട്ടിയും പുറത്തേക്കെറിഞ്ഞു. എനിക്കിനി ആ വേസ്റ്റ് ഒന്നും വേണ്ട എന്നവൻ പറഞ്ഞു. ഉച്ചയ്ക്കും സൂര്യാസ്തമയ സമയത്തും അവനുണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്ക് സൂര്യനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ടെലിഗ്രാമുകൾ സ്യൂവാർഡ് വാൻ ഹെൽസിങ്ങിന് അയച്ചത്. സെപ്റ്റംബർ 4. രോഗിക്ക് ഭേദമുണ്ട്. സെപ്റ്റംബർ 5. രോഗിക്ക് വലിയ മാറ്റമുണ്ട്. നല്ല വിശപ്പുണ്ട്. നന്നായി ഉറങ്ങുന്നു. സെപ്റ്റംബർ 6. അവസ്ഥ വളരെ മോശമായി. ടെറിബിൾ ചേഞ്ച്. ഒരു നിമിഷം പോലും കളയാതെ ഉടൻ വരിക.